Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹോസ്പിറ്റൽ എത്തിക്സ് ആൻഡ് ലോ എന്ന് പറയുന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിരുന്നു. എവിടെ വരെയാ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയത്? സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ്. എവിടെ വരെയാണ്? ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ച്വലി എടുത്തുകൊണ്ടിരുന്നേ. അതെ മാം. അതിന്റെ ഡെഫിനിഷൻസ് വരെ. ഡെഫിനിഷൻസിൽ കംപ്ലീറ്റ് ആയിരുന്നോ? കംപ്ലീറ്റ് ആയില്ലല്ലോ. സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ വരെയല്ലേ എടുത്തത് അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ അവിടെ വരെ നിർത്തിയത്. അതെ മാം. ഓക്കെ, അപ്പൊ നമ്മൾ റെഗുലേഷൻസ് പറഞ്ഞിരുന്നു. അപ്പൊ ഇതൊക്കെ ആ ഒരു ആക്ച്വലി വരുന്ന ഡെഫിനിഷൻസ് ആണ്. ഓരോന്നും എന്താണ് അർത്ഥമാക്കുന്നത് അല്ലെ? അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ്, ബൈ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കൗൺസിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിലീറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്, അങ്ങനെ ഓരോരോ ടേംസ് ആണ് അല്ലെങ്കിൽ ഓരോ ഡെഫിനിഷൻസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ ബാക്കിയെല്ലാം പറഞ്ഞിരുന്നു. നെക്സ്റ്റ് നമ്മൾ റെഗുലേഷൻസ് വരെയല്ല, സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ വരെയാണ് പറഞ്ഞു നിർത്തിയത്. അപ്പൊ സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ എന്ന് പറഞ്ഞാൽ എന്താ? Means a medical council constituted under any law for the time being in force in any state regulating the registration of practitioners of medicine. അതായത് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന പ്രാക്ടീഷണേഴ്സിന്റെ രജിസ്ട്രേഷനെ റെഗുലേറ്റ് ചെയ്യുന്ന നിയന്ത്രിക്കുന്നതിന് വേണ്ടി എല്ലാ ജില്ലകളിലും എല്ലാ സ്റ്റേറ്റുകളിലും ഉള്ള നിലവിലുള്ള ഈ നിയമത്തിന് പ്രകാരം രൂപീകൃതമായിട്ടുള്ള മെഡിക്കൽ കൗൺസിലിനെയാണ് സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ എന്ന് പറയുന്നത്. സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ എന്ന് പറഞ്ഞാൽ ഏത്? ഈ നിയമത്തിന്റെ കീഴില് ഈ പറയുന്ന ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് ഇങ്ങനെയുള്ള നിയമങ്ങളുടെ കീഴില് രൂപീകൃതമായിട്ടുള്ള ഒരു മെഡിക്കൽ കൗൺസിലിനെയാണ് സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ എന്ന് പറയുന്നത്. അതെങ്ങനെയായിരിക്കും? ആ ഒരു എല്ലാ സംസ്ഥാനത്തും നിലവിലുള്ള ഒരു മെഡിക്കൽ കൗൺസിലാണ്. അത് അവിടുത്തെ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന്റെ രജിസ്ട്രേഷനെ റെഗുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നതിന് വേണ്ടി എല്ലാ സംസ്ഥാനങ്ങളിലും നിലവിലുള്ള ഈ നിയമത്തിന് കീഴിൽ രൂപീകൃതമായിട്ടുള്ള മെഡിക്കൽ കൗൺസിലിനെയാണ് സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ എന്ന് പറയുന്നത്. അടുത്തത് സ്റ്റേറ്റ് മെഡിക്കൽ രജിസ്റ്റർ. സ്റ്റേറ്റ് മെഡിക്കൽ രജിസ്റ്റർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മീൻസ് രജിസ്റ്റർ അല്ലെ? നമ്മൾ പഠിച്ചിരുന്നു എല്ലാ സംസ്ഥാനത്തും ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന്റെ കീഴിലാണ് ഒരു രജിസ്റ്റർ അല്ലെ? മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന് വേണ്ടിയിട്ട് ഒരു രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പഠിച്ചിരുന്നു അല്ലെ? ഇതും അത് തന്നെയാണ്, രജിസ്റ്റർ തന്നെയാണ് ശരിക്കും സ്റ്റേറ്റ് മെഡിക്കൽ രജിസ്റ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
means a register maintained under any law for the time being in force in any state regulating the registration of practitioners of medicine. എന്താണ് ഇവിടെ? ഇതൊരു രജിസ്റ്റർ ആണ്. സ്റ്റേറ്റ് മെഡിക്കൽ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇത് എന്താണ്? രജിസ്റ്റർ ആണ് അല്ലെ? രജിസ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ നോക്കി ഇതൊരു രജിസ്റ്റർ ആണ്. മെയിൻറ്റെയിൻ അണ്ടർ ലോ, അതായത് ഈ നിയമത്തിന് കീഴിൽ നമ്മൾ നിലവിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ പരിപാലിച്ചു കൊണ്ടുപോകുന്ന ഒരു രജിസ്റ്ററിനെയാണ് സ്റ്റേറ്റ് മെഡിക്കൽ രജിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു രജിസ്റ്റർ എല്ലാ സംസ്ഥാനത്തും നിലവിലുള്ള രജിസ്റ്റർ ആണ്. അപ്പൊ അതിലും ഈ പറയുന്ന മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരിക്കും അവിടെയും കൈകാര്യം ചെയ്യുക. അപ്പൊ അവർ കൃത്യമായിട്ട് ഓരോ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സും അവരുടെ ക്വാളിഫിക്കേഷൻസ്, അവർക്ക് യോഗ്യതയ്ക്കനുസരിച്ച് അത് അവർ പാസ്സായി കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് ഈ മെഡിക്കൽ കൗൺസിലുമായി ബന്ധപ്പെട്ട് ഇവിടെ രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. എന്നിട്ട് മാത്രമേ അവരുടെ മറ്റ് പ്രവർത്തനങ്ങൾ നടത്താൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം ഈ ഒരു നിയമം അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ്. അവിടെ ഇവിടെ അത് തന്നെയാണ്. ആ സ്റ്റേറ്റ് മെഡിക്കൽ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ നിയമത്തിന് കീഴിൽ പരിപാലിക്കുന്ന ഒരു രജിസ്റ്റർ എല്ലാ സംസ്ഥാനത്തും നിലവിലുണ്ടായിരിക്കും. അങ്ങനെയുള്ള എല്ലാ സ്റ്റേറ്റിലും നിലവിലുള്ള ഒരു രജിസ്റ്റർ എന്തിനു വേണ്ടിയിട്ടാ? മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന്റെ രജിസ്ട്രേഷനെ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട രജിസ്റ്റർ ആണ് സ്റ്റേറ്റ് മെഡിക്കൽ രജിസ്റ്റർ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് യൂണിവേഴ്സിറ്റി. ലാസ്റ്റ് വൺ ആണ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഫുൾ നിങ്ങൾ ഇവിടെയും അത് ഇത്രയും മാത്രമേ ഉള്ളൂ. മീൻസ് ഇനി യൂന്ന് മാത്രമേ ഉള്ളൂ നോട്ടായിട്ട്? അത്രയേ ഉള്ളൂ. ഓക്കെ, അതൊന്ന് കംപ്ലീറ്റ് ആക്കിക്കോട്ടോ. മിസ് പറഞ്ഞു തരാം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. അത് കംപ്ലീറ്റ് അല്ല കേട്ടോ. അപ്പൊ യൂണിവേഴ്സിറ്റി മീൻസ് എനി യൂണിവേഴ്സിറ്റി. ഒന്നാം കംപ്ലീറ്റ് ആക്കി. യൂണിവേഴ്സിറ്റി മീൻസ് any university in India, any university in India, any university from India, any university in India established by any university in India, established by any university in India, established by law, established by law, and having a medical faculty. University means any university in India established by law and having a medical faculty. Having a medical faculty. കിട്ടിയോ? എഴുതിയവരെല്ലാവരും എഴുതിയെടുക്കണം കേട്ടോ. അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടായില്ല. നോട്ട് ഒന്ന് കംപ്ലീറ്റ് ആക്കി വെക്കണം കേട്ടോ. എന്താണ് അർത്ഥമാക്കുന്നതെന്ന്. എന്താണ് ഐശ്വര്യ? ഒന്നുകൂടി വേണം, ഒന്നുകൂടി പറയാലോ. യൂണിവേഴ്സിറ്റി മീൻസ് എനി യൂണിവേഴ്സിറ്റി ഇൻ ഇന്ത്യ, എനി യൂണിവേഴ്സിറ്റി ഇൻ ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് ബൈ law, LAW, established by law and having a medical faculty, having a medical faculty, having a medical faculty. അതായത് നമ്മുടെ ഇന്ത്യയില് നിയമപ്രകാരം സ്ഥാപിതമായതും അതുപോലെ തന്നെ എന്താണ് ഒരു മെഡിക്കൽ ഫാക്കൽറ്റീസ് ഉള്ളതുമായിട്ടുള്ള ഏതൊരു സർവകലാശാലയെയും നമുക്ക് യൂണിവേഴ്സിറ്റി എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയില് നിയമപ്രകാരം സ്ഥാപിതമായതും മെഡിക്കൽ ഫാക്കൽറ്റീസ് ഉള്ളതുമായിട്ടുള്ള ഏതൊരു സർവകലാശാല അല്ലെങ്കിൽ ഏതൊരു യൂണിവേഴ്സിറ്റിയെയും ഈ ഒരു യൂണിവേഴ്സിറ്റി എന്ന പദം കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നുണ്ട്. ക്ലിയർ ആണോ? അത് ആ മൂന്നെണ്ണം നമ്മൾ ലാസ്റ്റ് പറഞ്ഞ മൂന്നെണ്ണം ക്ലിയർ ആണോ? ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു ആക്ടുമായി ബന്ധപ്പെട്ട ഡെഫിനിഷൻസ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഇത് കംപ്ലീറ്റ് ആയ ഡെഫിനിഷൻസിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. ഏതാ പറയണ്ടേ? സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ ആണോ പറയണ്ടേ? സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ എന്ന് പറഞ്ഞാല് നമ്മുടെ സ്റ്റേറ്റില് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ ഓരോ രാജ്യത്തും അവരുടെ മെഡിക്കൽ കൗൺസിലുകൾ ഉണ്ടാവും. അതായത് ഈ ഒരു നിയമത്തിന് നമ്മുടെ ഇവിടെയാണെങ്കിൽ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ടുമായി ബന്ധപ്പെട്ട ആ ഒരു നിയമത്തിന്റെ കീഴിൽ രൂപീകൃതമായിട്ടുള്ള ഒരു മെഡിക്കൽ കൗൺസിൽ എല്ലാ സംസ്ഥാനത്തും നിലനിൽക്കുന്ന ഒരു മെഡിക്കൽ കൗൺസിൽ ഉണ്ടായിരിക്കും. അതിനെയാണ് ഈ പറയുന്ന സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അതായത് അതെന്തിനു വേണ്ടിയാണ് ഒരു മെഡിക്കൽ കൗൺസില്? മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന പ്രാക്ടീഷണേഴ്സ് പ്രാക്ടീഷണേഴ്സിന്റെ രജിസ്ട്രേഷനും അവരുടെ റെഗുലേഷൻ അതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളും നൽകുന്നതിന് വേണ്ടി എല്ലാ സംസ്ഥാനത്തും നിലവിലുള്ള ഈ ലോയുടെ കീഴിൽ രൂപീകൃതമായിട്ടുള്ള മെഡിക്കൽ കൗൺസിലിനെയാണ് സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ അത്? ലാസ്റ്റ് ഏതാണ് ലാസ്റ്റ് പറയണ്ടേ ഷിഫിന? യൂണിവേഴ്സിറ്റിയുടെ കാര്യമാണോ? യൂണിവേഴ്സിറ്റി എന്ന് പറയാൻ നമ്മുടെ ഇന്ത്യയില് നിയമപ്രകാരം സ്ഥാപിതമായിട്ടുള്ളതും മെഡിക്കൽ ഫാക്കൽറ്റീസ് ഉള്ളതുമായിട്ടുള്ള ഏതൊരു സർവകലാശാലയെയും യൂണിവേഴ്സിറ്റി എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ലോ പ്രകാരം നിയമപ്രകാരം സ്ഥാപിതമായതായിരിക്കണം, അവിടെ മെഡിക്കൽ ഫാക്കൽറ്റീസും ഉണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഏതൊരു യൂണിവേഴ്സിറ്റിയെയും ഇവിടെ യൂണിവേഴ്സിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നുണ്ട്. ക്ലിയർ ആണ്? ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. അപ്പൊ ആ ഒരു ലോ ഇമ്പോർട്ടന്റ് ആണ്, അതിലെ ഡെഫിനിഷൻസും നോക്കി വെക്കണം കേട്ടോ. എല്ലാ ലോയുടെയും എന്താണ് ആ ഒരു ലോ, എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, അത് ഏത് വർഷം സ്ഥാപിതമായി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അടുത്തതായിട്ട് നമ്മള് നെക്സ്റ്റ് ഒരു ഭാഗത്തേക്ക് കിടക്കാണ് ലീഗൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന് കുറെ നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലീഗൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന് അല്ലെങ്കിൽ ആശുപത്രിക്ക് നിയമപരമായിട്ടുള്ള ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട്, അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതില് ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് ഹോസ്പിറ്റൽ ഈസ് എ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു ആശുപത്രി എന്ന് പറയുന്ന ഒരു പൊതു സ്ഥാപനമാണ് അല്ലെ. ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ആയിട്ട് ഒരു പൊതു സ്ഥാപനമാണ്, പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് അല്ലെ. ആൻഡ് ഡീൽസ് വിത്ത് ലൈഫ് ആൻഡ് ഡെത്ത് എന്നാണ് കേട്ടോ. അവിടെ ഡെത്ത് എന്നാണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, ഒന്ന് തിരുത്തിയേക്കണം. ഡീൽസ് വിത്ത് ലൈഫ് ആൻഡ് ഡെത്ത്, അവര് മരണം അതുപോലെ തന്നെ ജീവിതം, ഇത് രണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ കൈകാര്യം ചെയ്യുന്നത് അല്ലെ. ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ലൈഫ് ആൻഡ് ഡെത്ത്, ഈ രണ്ട് കാര്യങ്ങളുമാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ രണ്ട് കാര്യം, ലൈഫ് ആൻഡ് ഡെത്ത് പോലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു പൊതു സ്ഥാപനമാണ് ആശുപത്രി. So hence carries specified responsibilities and liabilities within and outside the hospital. അതുകൊണ്ട് തന്നെ ഈ ഹോസ്പിറ്റൽ അകത്തും പുറത്തും ഇവർ പാലിക്കേണ്ടതായിട്ടുള്ള കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള നിർദ്ദിഷ്ടമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും ലയബിലിറ്റീസ് എന്ന് പറയുന്നത് എന്താ, ബാധ്യതകളും ഉണ്ട് അല്ലെ. അപ്പൊ ഹോസ്പിറ്റൽ, ഓരോ ഹോസ്പിറ്റലും അവരുടെ അകത്തായിക്കോട്ടെ പുറത്തായിക്കോട്ടെ അവര് പാലിക്കേണ്ടതായിട്ടുള്ള കുറെ പർട്ടിക്കുലർ ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും ഒക്കെ ഉണ്ട്. സോ ഫെയിലിയർ ടു കംപ്ലീറ്റ് ഇൻവൈറ്റ്സ് ലീഗൽ ആക്ഷൻ. ഇങ്ങനെ അവർ പാലിക്കേണ്ടതായ കുറെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, കുറെ ബാധ്യതകളുണ്ട്. ഇതൊക്കെ അവർ പാലിക്കാതെ വന്നാൽ എന്താ പറ്റുക? അവർ പാലിക്കാതെ വന്നാൽ ഇങ്ങനെയുള്ള നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളോ അല്ലെങ്കിൽ ബാധ്യതകളോ അവർ പാലിക്കാതെ വന്നാൽ, ഫെയിലിയർ ടു കംപ്ലീറ്റ് പാലിക്കാതെ വരും അല്ലെ, പണിഷ്മെന്റ് ഉണ്ടാവും അല്ലെ. അവർക്ക് ലീഗൽ ആക്ഷൻസ്, നിയമ നടപടികൾ നേരിടേണ്ടതായിട്ട് വരും അല്ലെ. ഇവിടെയും അതാണ് പറയുന്നത്, ഫെയിലിയർ ടു കംപ്ലൈന്റ് ഇൻവൈറ്റ്സ് ലീഗൽ ആക്ഷൻ. അതായത് ഇവിടെ അവർ ഇങ്ങനെയുള്ള നിയമങ്ങളും ഉത്തരവാദിത്തങ്ങളും ഒന്നും കൃത്യമായിട്ട് പാലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അവരൊരു നിയമ നടപടി ഇൻവൈറ്റ് ചെയ്യുന്നു അല്ലെ, അവിടേക്ക് ക്ഷണിക്കുന്നു എന്നാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുക. സോ ദ ലീഗൽ റെസ്പോൺസിബിലിറ്റീസ് ആർ ബൗണ്ട് ടു ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് പീപ്പിൾ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ കോൺട്രാക്ട്. അതായത് ഇവിടെ നമുക്ക് ഒരു ഹോസ്പിറ്റലില് പലതരത്തിലുള്ള ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ, ഡിഫറെന്റ് കാറ്റഗറി ഓഫ് പീപ്പിൾസ് ആണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതുമായിട്ട് കരാറടിസ്ഥാനത്തിൽ ഇപ്പൊ ഓരോ ലീഗൽ റെസ്പോൺസിബിലിറ്റീസും നമ്മൾ ലൈസൻസുകൾ കൊടുക്കാറുണ്ട് ഹോസ്പിറ്റലിലെ, ലൈസൻസുകൾ കൊടുക്കാറില്ലേ, ഓരോരോ ലൈസൻസുകൾ. അങ്ങനെയുള്ള ലൈസൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കോൺട്രാക്ട് മുഖേനയാണ് ഈ പറയുന്ന സ്ഥാപനങ്ങളുമായിട്ടോ അല്ലെങ്കിൽ പല വിഭാഗത്തിലുള്ള ആളുകളുമായിട്ടോ ഈ ലീഗൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ നിയമപരമായ ഉത്തരവാദിത്തങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പൊ ഈ കോൺട്രാക്ട് പാലിക്കുക എന്ന് പറയുമ്പോൾ, കോൺട്രാക്ട് സൈൻ ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് അതിനുള്ള അനുമതി കൊടുക്കും,
പക്ഷെ അവർ ഈ പറയുന്ന നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് പാലിക്കണം എന്നുള്ള ഒരു റൂളും കൂടി അവിടെ പറയുന്നുണ്ടാവും അല്ലെ. ഇപ്പൊ ഹോസ്പിറ്റലാണെങ്കിൽ ഒരുപാട് ലൈസൻസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം ശരിക്കും എന്താണ്, ഒരു കോൺട്രാക്ട് ആണ്. ഈ പറയുന്ന ലീഗൽ ആയിട്ടുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റീസും പാലിച്ചുകൊണ്ട് ഞാൻ അത് ചെയ്തു കൊള്ളാം എന്ന രീതിയിലാണ് ആ ഒരു കോൺട്രാക്ട് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ കോൺട്രാക്ട് ശരിക്കും നമ്മൾ അല്ലെങ്കിൽ ആ ഒരു കരാർ മുഖേന ഒരു സ്ഥാപനമായിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ മറ്റ് ആളുകളുമായിട്ടോ നമ്മളൊരു ലീഗൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഒരു നിയമപരമായ ഒരു ഉത്തരവാദിത്വത്തിലേക്ക് അതിലൂടെ ബന്ധപ്പെട്ട് കിടക്കുന്നു. സോ ഈ ബ്രീച്ച് ഓഫ് എനി കോൺട്രാക്ട് ഹെൽപ്പ് ദ ഹോസ്പിറ്റൽ ലീഗലി റെസ്പോൺസിബിൾ. ബ്രീച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ കരാർ ലംഘിക്കുക. പിന്നെ ഒരു കരാർ വെച്ച് ഇപ്പൊ ഒരു ലൈസൻസ് നമ്മൾ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് ഇങ്ങനെയായിട്ട് വെച്ചു, അപ്പൊ അത് കൃത്യമായിട്ട് അവിടെ പാലിക്കുന്നില്ല അല്ലെങ്കിൽ ആ ഒരു കോൺട്രാക്ട് ലംഘിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ അതാണ് ബ്രീച്ച് ഓഫ് എനി കോൺട്രാക്ട് എന്ന് പറയുന്നത്, ലംഘിക്കുക. അപ്പൊ ആ ഒരു കോൺട്രാക്ട് ആ ഒരു കരാർ ലംഘിച്ചു കഴിഞ്ഞാൽ ഹെൽത്ത് ഹോസ്പിറ്റൽ ലീഗലി റെസ്പോൺസിബിൾ. അത് ആ ഹോസ്പിറ്റൽ എന്ത് ചെയ്യണം, നിയമപരമായ പല കാര്യങ്ങളും ഇവരെന്ത് ചെയ്യേണ്ടതായിരിക്കും, ആ ഒരു നിയമപരമായിട്ടുള്ള നടപടിക്ക് ഇവർ നേരിടേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ ആ ഒരു കോൺട്രാക്ട് ഇപ്പൊ ഒരു ലൈസൻസ് തന്നിരിക്കുന്നു, എന്തെങ്കിലും ഒരു ലൈസൻസ് ആയിക്കോട്ടെ, അത് പ്രകാരമല്ല ആ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന് വെച്ചാൽ എന്താ, ആ കരാർ ലംഘിക്കുക എന്നാണ് അർത്ഥം അല്ലെ. കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേപടി ചെയ്യുമ്പോഴാണ് അത് പ്രാവർത്തികമാക്കുന്നത് അല്ലെ. അതേസമയം ആ കോൺട്രാക്റ്റിലില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അത് ലംഘിച്ചുകൊണ്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അവർ പലതരത്തിലുള്ള നിയമ നടപടികളും ആ ഹോസ്പിറ്റല് നേരിടേണ്ടതായിട്ട് വന്നേക്കാം. സോ ദ ലോസ് റിലേറ്റിംഗ് ടു മെഡിക്കൽ പ്രാക്ടീസ് ആർ ഇൻക്രീസിംഗ്ലി കംപ്ലൈന്റ്. അതുപോലെ തന്നെ ഇപ്പോ നമ്മുടെ മെഡിക്കൽ പ്രാക്ടീസുമായി ബന്ധപ്പെട്ടും ഒരുപാട് നിയമങ്ങൾ നിലവിലുണ്ട്. ഈ നിയമങ്ങളെല്ലാം ഇപ്പോ വർദ്ധിച്ചു വരുന്നത് എന്താണ്, പാലിക്കുന്നത് വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പൊ കൂടുതലും ഇപ്പൊ നിയമങ്ങളൊക്കെ ഒത്തിരി പാലിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പല മേഖലയിലും അത് പ്രാവർത്തികമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. കാരണം ഇങ്ങനെയുള്ള പണിഷ്മെന്റും കാര്യങ്ങളും നിയമ നടപടികൾ നേരിടേണ്ടി വരും എന്നൊരു ചിന്തയുള്ളത് കൊണ്ട് ഈ പറയുന്ന മെഡിക്കൽ പ്രാക്ടീസുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പാലിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയുന്നതാണ് കേട്ടോ. ലീഗൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ, ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നതിന്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗമാണ് നമ്മൾ പറഞ്ഞത്. എന്ന് വെച്ചാൽ എന്താ, ആശുപത്രി എന്ന് പറഞ്ഞാൽ ഒരു പൊതു സ്ഥാപനമാണ്. അവര് ലൈഫ് ആൻഡ് ഡെത്ത്, ഈ ജീവിതവും മരണവും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ഹോസ്പിറ്റലുകളും അവർ കുറച്ച് നിർദ്ദിഷ്ട ആശുപത്രിക്ക് പുറത്തും അകത്തും അവര് കുറെ റെസ്പോൺസിബിലിറ്റീസും ലയബിലിറ്റീസ് അല്ലെങ്കിൽ ബാധ്യതകളും ഒക്കെ എന്ത് ചെയ്യേണ്ടതുണ്ട്, വഹിക്കേണ്ടതായിട്ടുണ്ട്. സോ ഇങ്ങനെയുള്ള റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ബാധ്യതകളൊക്കെ കൃത്യമായിട്ട് പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ അതിനർത്ഥം എന്താ, അവരുടെ നിയമ നടപടികൾ ക്ഷണിക്കുന്നു എന്നാണ് അതിലൂടെ അർത്ഥമാക്കുന്നത്. സോ ഇങ്ങനെയുള്ള ലീഗൽ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ഇങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങൾ നമ്മൾ കരാർ മുഖേന ഒരു സ്ഥാപനത്തിലേക്കോ അല്ലെങ്കിൽ ഒരു കൂട്ടം വിഭാഗമുള്ള ജീവനക്കാർ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളിലേക്ക് നമ്മൾ ഈ കോൺട്രാക്ട് വഴിയാണ് ഇതൊരു ബന്ധപ്പെടുത്തുന്നത്. അപ്പൊ ഈ ഒരു കോൺട്രാക്ട് വെക്കുക എന്ന് പറഞ്ഞാൽ അവർ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് നിയമപരമായിട്ട് ബാധ്യസ്ഥരായിരിക്കും അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളായിരിക്കും. അത് കൃത്യമായിട്ട് അവരത് പാലിക്കുകയും ചെയ്യണം. ഇനി അങ്ങനെ പാലിക്കാതെ വന്നാൽ അത് ആ ഒരു കരാറിന്റെ ലംഘനമായിട്ട് മാറുകയും അതിലൂടെ പല നിയമ നടപടികളും ഈ ഒരു സ്ഥാപനങ്ങളിൽ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വരികയും ചെയ്യും. സോ ഈ ഒരു മെഡിക്കൽ പ്രാക്ടീസുമായി ബന്ധപ്പെട്ട ഒരുപാട് നിയമങ്ങൾ നിലവിലുണ്ട്. ഇതെല്ലാം ഇപ്പോ നല്ല രീതിയിൽ പാലിച്ചു പോകുന്നുമുണ്ട്. ക്ലിയർ ആണോ? അത് ലീഗൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റലിന്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗം വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു കഴിയുമ്പോ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. ആദ്യത്തെ കുറച്ച് ഭാഗം ഇങ്ങനത്തെയുള്ള കാര്യങ്ങളാ പറയുന്നത്. അതിനുശേഷം നമ്മൾ ഓരോ ആക്ടിലേക്കും കിടക്കും കേട്ടോ. ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ? ഓക്കെ, നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവാണേ. നെക്സ്റ്റ്, ലയബിലിറ്റീസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ബാധ്യതകൾ അല്ലെങ്കിൽ ലീഗൽ പരമായ നിയമപരമായിട്ടുള്ള ഹോസ്പിറ്റൽ പാലിക്കേണ്ട കുറെ ലീഗൽ ലയബിലിറ്റീസ് അല്ലെങ്കിൽ ബാധ്യതകളുണ്ട്. എന്തൊക്കെയാണ്?
അതാണ് ഈ പറയുന്ന പോയിന്റ്സ് എല്ലാം അത് തന്നെയാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ നിയമപരമായി പാലിക്കേണ്ട കുറെ ബാധ്യതകൾ അല്ലെങ്കിൽ ബാധ്യതകൾ എന്തൊക്കെയാണ്? അതിലൊന്നാമത്തത് ടു ദ ഓണർ to follow the rules and regulations for achieving the objective. ആദ്യം ആർക്കുള്ളതാണ്? ആ ഓണറിന്, ആ ഒരു ഹോസ്പിറ്റലിന്റെ ആ ഒരു ഓണർ അല്ലെങ്കിൽ ഉടമയ്ക്കുള്ള കാര്യമാണ് പറയുന്നത്. അവരെന്താ ചെയ്യേണ്ടേ? ടു ഫോളോ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോർ അച്ചീവിംഗ് ദ ഒബ്ജക്റ്റീവ്. അവരുടെ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടി കൃത്യമായ നിയമങ്ങളും നിയന്ത്രണങ്ങളും പാലിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് ടു ദ സ്റ്റാഫ്, അവിടുത്തെ ജീവനക്കാർക്ക് ടു പ്രൊവൈഡ് എ സേഫ്, ഹെൽത്തി, കൺജീനിയൽ അറ്റ്മോസ്ഫിയർ ടു വർക്ക്. വളരെ സുരക്ഷിതവും ആരോഗ്യകരവും സൗഹൃദപരവുമായിട്ടുള്ള ഒരു അന്തരീക്ഷം എന്ത് ചെയ്യുക? ജോലി ചെയ്യാനായിട്ട് അല്ലെ, ഒരു സൗഹൃദപരവുമായിട്ടുള്ള ഒരു അന്തരീക്ഷം നൽകുക. മൂന്നാമത്തത് സേഫ്റ്റി ഓഫ് ദ ബിൽഡിംഗ് ആൻഡ് എക്യുപ്മെന്റ് ആൻഡ് സാനിറ്ററി പ്രൊവൈഡേഴ്സ്. എന്താ? കെട്ടിടങ്ങളുടെയും അതുപോലെ അവിടുത്തെ ഉപകരണങ്ങളുടെയും സാനിറ്ററി പ്രൊവൈഡേഴ്സ്, സാനിറ്ററി വർക്കേഴ്സ് മുതൽ അവരൊക്കെ റിസ്കിലുള്ള ആളുകളാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എല്ലാവർക്കും കെട്ടിടത്തിന്റെയും സേഫ്റ്റി ആയിക്കോട്ടെ, അവിടുത്തെ ഉപകരണങ്ങളുടെ സേഫ്റ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ സാനിറ്ററിയുമായി ബന്ധപ്പെട്ട് അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന്റെ സേഫ്റ്റി ആയിക്കോട്ടെ, ഇതെല്ലാം ഉറപ്പുവരുത്തുക. Then contractual obligation to suppliers, service providers. എന്ന് വെച്ചാൽ എന്താ? കരാറുമായി ബന്ധപ്പെട്ട നിയമ ബാധ്യത. അപ്പൊ ആ ഒരു ഹോസ്പിറ്റലിന് ഈ പറയുന്ന അവിടുത്തെ സപ്ലയേഴ്സ്, സാധനങ്ങൾ വിതരണം ചെയ്യുന്ന ആളുകളുമായിട്ട് കരാറുകൾ ഉണ്ടാവും അല്ലെ. സർവീസ് പ്രൊവൈഡേഴ്സ്, സർവീസ് നൽകുന്ന സേവന ദാതാക്കളുമായി ബന്ധപ്പെട്ട് കോൺട്രാക്ട് അല്ലെങ്കിൽ കരാറുകൾ ഉണ്ടാവും. ഇങ്ങനെയുള്ള കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കരാറുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള നിയമപരമായ ബാധ്യതയും ആ ഹോസ്പിറ്റല് അവരോട് കാണിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് adequate safety for the patient, relatives and visitors. അവിടെ വരുന്ന പേഷ്യൻസിന്, അവരുടെ ബന്ധുക്കൾക്ക്, അതുപോലെ സന്ദർശകർക്കും മതിയായിട്ടുള്ള സുരക്ഷ ഉറപ്പുവരുത്തുക. Then breach of legal obligation by any staff. അതായത് ഏതെങ്കിലും ജീവനക്കാരുടെ ഭാഗത്ത് നിയമപരമായിട്ടുള്ള ബാധ്യത ചെയ്യുന്നതിന്റെ ഒരു ലംഘനം. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പൊ ഏതൊരു സ്റ്റാഫ്, ഇപ്പൊ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഏതൊരു സ്റ്റാഫും ആയിക്കോട്ടെ, ആ സ്റ്റാഫാണ് ഈ പറയുന്ന എന്തെങ്കിലും രീതിയിൽ നിയമപരമായിട്ടുള്ള ഒരു ലംഘനം ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു. അതിന് ശരിക്കും റെസ്പോൺസിബിൾ ആയിട്ട് വരുന്നത് ആരായിരിക്കും? അത് ആരുടെ മേലെയായിരിക്കും ചാര? പക്ഷെ ഹോസ്പിറ്റലിലെ ജീവനക്കാരായിരിക്കും ചെയ്യുന്നത്. പക്ഷെ അതിന് ഉത്തരവാദിത്വം പറയേണ്ടത് ആരാണ്? ആ ഹോസ്പിറ്റലാണ് അല്ലെ. ഹോസ്പിറ്റൽ തന്നെയാണ് അതിന്റെ റെസ്പോൺസിബിൾ ആവുന്നത്. അത് കാരണം എന്തൊക്കെ അവിടുത്തെ എംപ്ലോയീസ് അല്ലെങ്കിൽ സ്റ്റാഫുകള് എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തിയാലും അതിന് റെസ്പോൺസിബിൾ ആവുന്നത് ഹോസ്പിറ്റലാണ് അല്ലെ. ഇവിടെയും ഇതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റലിലെ ഏതൊരു ജീവനക്കാരും എന്തെങ്കിലും രീതിയിലുള്ള നിയമപരമായിട്ടുള്ള ലംഘനങ്ങൾ നടത്തിയാലും അതിന് ഉത്തരവാദിയാവുന്നത് ആ ഹോസ്പിറ്റൽ ആയിരിക്കും അല്ലെ. ചിലപ്പോൾ എന്തെങ്കിലും മെഡിക്കൽ പരമായിട്ടുള്ള അശ്രദ്ധ മൂലമോ അല്ലെങ്കിൽ ദുരുപയോഗമോ അപ്പൊ എങ്ങനെയുള്ള എന്തെങ്കിലും ആ ജീവനക്കാർ ചെയ്താൽ ഇതിനെല്ലാം റെസ്പോൺസിബിൾ ആയിട്ട് മാറുന്നത് ആ ഹോസ്പിറ്റലുകാരായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ച് കൊണ്ടുപോകുക. Then maintenance of law and order and adequate facilities for patient care. എന്താ? ക്രമസമാധാനം പാലിക്കുക. അതുപോലെ തന്നെ പേഷ്യന്റ് കെയർ, രോഗി പരിചരണത്തിന് മതിയായിട്ടുള്ള ഫെസിലിറ്റികൾ അല്ലെങ്കിൽ സൗകര്യങ്ങൾ നൽകുക. ഇതെല്ലാം എന്താണ്? ഒരു ഹോസ്പിറ്റലിന്റെ നിയമപരമായിട്ടുള്ള ബാധ്യതകളാണ് അല്ലെങ്കിൽ ലയബിലിറ്റീസ് ആണ്. ചോദിക്കാറുണ്ട് കേട്ടോ, ഏതൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്, ഇതാണ് ഇൻക്ലൂഡ് അല്ലാത്തത് ഇതാണ് എന്ന് ചോദിക്കാറുണ്ട്. ഒന്നുകൂടി പറയാൻ കിട്ടാത്തതെങ്കിൽ നോക്കാം കേട്ടോ. ഒന്നാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞത്? അത് ആ ഒരു അവിടുത്തെ ഓണർ ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ലെ. ഓണർ എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ പറഞ്ഞ എന്താ? ടു ഫോളോ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോർ അച്ചീവിംഗ് ദ ഒബ്ജക്റ്റീവ്. അവരുടെ ഹോസ്പിറ്റലിലെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടി കൃത്യമായ നിയമങ്ങളും നിയന്ത്രണങ്ങളും നടപ്പിലാക്കുക അല്ലെങ്കിൽ പാലിക്കുക. അതൊന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തത് സ്റ്റാഫ്, അവിടുത്തെ ജീവനക്കാർക്ക് വളരെ സുരക്ഷിതവും ആരോഗ്യകരവും വളരെ സൗഹൃദപരവുമായിട്ടുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഒരു പ്രവർത്തന അന്തരീക്ഷം നൽകുക. മൂന്നാമത്തത് സേഫ്റ്റി ഓഫ് ദ ബിൽഡിംഗ് ആൻഡ് എക്യുപ്മെന്റ് ആൻഡ് സാനിറ്ററി പ്രൊവൈഡേഴ്സ്. അവിടെയുള്ള കെട്ടിടങ്ങളുടെ ആയിക്കോട്ടെ, ഉപകരണങ്ങളുടെ ആയിക്കോട്ടെ, സാനിറ്ററി പ്രൊവൈഡേഴ്സ് അല്ലെങ്കിൽ സാനിറ്ററി വർക്കേഴ്സിന്റെ ആയിക്കോട്ടെ, അവരുടെയൊക്കെ ആ ഒരു സേഫ്റ്റി അല്ലെങ്കിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക. Then contractual obligation to suppliers, service providers. അവിടെ വിതരണം ചെയ്യുന്ന സപ്ലയേഴ്സുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വിതരണം ചെയ്യുന്ന ആളുകളുമായി ബന്ധപ്പെട്ടോ
അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡേഴ്സ് സേവനദാതാക്കളുമായി ബന്ധപ്പെട്ടോ കരാറുകൾ ഉണ്ടാവാം. അവരെ ആ ഒരു കരാറ് സംബന്ധിച്ച് നിയമപരമായിട്ടുള്ള ഒരു ബാധ്യത അവരോട് ഇവർക്ക് ഉണ്ടായിരിക്കണം. ആർക്കുണ്ടായിരിക്കണം? ആ ഹോസ്പിറ്റലിന് ഉണ്ടായിരിക്കണം. Then adequate safety for the patient, relatives and visitors. അവിടെ വരുന്ന പേഷ്യൻസിന്, റിലേറ്റീവ്സിന്, അതുപോലെ സന്ദർശകർക്കും മതിയായ സുരക്ഷ ഉറപ്പുവരുത്തുക. Then breach of legal obligation by any staff. അതുപോലെ ഏതെങ്കിലും ഒരു ജീവനക്കാരന്റെ ഭാഗത്തുനിന്നോ നിയമപരമായ ബാധ്യതയിൽ എന്തെങ്കിലും ലംഘനങ്ങൾ നടന്നാൽ അത് ആരുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്? ഹോസ്പിറ്റലാണ് അതിന് ഉത്തരവാദിയായി മാറുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളില്ലാതെ കൃത്യമായ നിയന്ത്രണങ്ങൾ വഹിക്കുക. Then maintenance of law and order and adequate facilities for patient care. ഇനി എന്താ? ക്രമസമാധാനം നിലനിർത്തുക. അതുപോലെ പേഷ്യൻസിന്റെ കെയറിന് വേണ്ടിയിട്ട് രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട മതിയായ ഫെസിലിറ്റികളിലും സൗകര്യങ്ങൾ നൽകുകയും ചെയ്യുക. ഇത് വേഗം വായിച്ചു നോക്കിയേ. ലയബിലിറ്റീസ് ഓഫ് ദ ഹോസ്പിറ്റൽ. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ്, ലീഗൽ ആസ്പെക്ട്സ് ഓഫ് മെഡിക്കൽ കെയർ. മെഡിക്കൽ പരിചരണത്തിന് നിയമപരമായിട്ടുള്ള കുറച്ച് വശങ്ങളുണ്ട്. അതാണ് പറയുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ അർത്ഥം പറയുമ്പോൾ മനസ്സിലാവില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ലീഗൽ ആസ്പെക്ട് ഓഫ് മെഡിക്കൽ കെയർ. അപ്പൊ മെഡിക്കൽ പരിചരണവുമായി ബന്ധപ്പെട്ട് കുറച്ച് നിയമപരമായ വശങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തതാണ് privileged communication is the communication made by a doctor to proper authority who has got legal, social and moral duty to protect the public, and doctor is justified to disclose the professional secret. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ചോദിക്കാറുള്ളതാണ് കേട്ടോ. പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻ. എന്താണ് പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ? കേട്ടിട്ടുണ്ടോ? ഒരു വിശേഷാധികാരമുള്ള ഒരു ആശയവിനിമയം എന്നാണ് ഇതിന്റെ മലയാളം. എന്തായിരിക്കും ഒരു പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോ? ഇതൊരു കമ്മ്യൂണിക്കേഷൻ ആണ്, ആശയവിനിമയമാണ് അല്ലെ. അതായത് ഇത് ചില പർട്ടിക്കുലർ ആളുകൾക്കിടയിൽ നടക്കുന്ന ഒരു ആശയവിനിമയം. അതായത് ഡോക്ടർ ടു പ്രോപ്പർ അതോറിറ്റി. ഇവിടെ പറയുന്നത് ഈ പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻ അത് എന്താണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. എന്നാൽ മാത്രമേ ഇത് പറയുമ്പോൾ മനസ്സിലാവും. പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഡോക്ടറും പേഷ്യന്റും തമ്മിലുള്ള ആശയവിനിമയം, അതുപോലെ തന്നെ അഡ്വക്കേറ്റും ക്ലയന്റും തമ്മിലുള്ള ആശയവിനിമയം, അങ്ങനെയുള്ള കുറച്ച് ദമ്പതികൾക്കിടയിലുള്ള ആശയവിനിമയം, ഇതൊക്കെയാണ് ശരിക്കും പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഇതൊരു വിശിഷ്ടാധികാരമുള്ള ഒരു ആശയവിനിമയമാണ്. ഇവരുടെ ഇടയിൽ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും നിയമപരമായിട്ട് അത് ആ ഒരു നിയമത്തിന് കീഴിൽ പ്രൊട്ടക്റ്റഡ് ആണ്. ഈ പറയുന്ന ഒരു ഡോക്ടറും പേഷ്യന്റും തമ്മിലുള്ള ഒരു ആശയവിനിമയം ആ ഡോക്ടർക്കോ അല്ലെങ്കിൽ ആ പേഷ്യന്റോ പുറത്തുവിടാറുണ്ടോ? അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റും ക്ലയന്റും തമ്മിൽ അവർ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും അല്ലെ. അത് അവർക്ക് പുറത്തു വിടാനായിട്ട് നിയമപരമായിട്ട് അത് സാധ്യമല്ല. അല്ലെങ്കിൽ അത് നിയമത്തിന് കീഴിൽ അതിനെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, സംരക്ഷിക്കുന്നുണ്ട്. അതാണ് ശരിക്കും പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ ഡോക്ടേഴ്സുമായിട്ടുള്ളതാണ്. നമ്മുടെ ഇവിടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അല്ലെ. അപ്പൊ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സും പേഷ്യന്റും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് ശരിക്കും പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. അപ്പൊ അവരുടെ തമ്മിലുള്ള ആ ഒരു ആശയവിനിമയം ശരിക്കും പ്രൊട്ടക്ട് ചെയ്ത് സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ ഇടയിൽ പല കാര്യങ്ങളും അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. എന്ന് കരുതി ആ ഡോക്ടർ ഒരു കാരണവശാലും ഇത് എന്ത് ചെയ്യാൻ പാടില്ല? പുറത്തേക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. അതാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷന്റെ പ്രത്യേകത. ഇനി ചില സാഹചര്യങ്ങളിൽ ഡോക്ടറിന് പറയേണ്ടതായിട്ട് വരാം അല്ലെ. എല്ലാ സാഹചര്യവും പറയില്ല എന്ന് വാശി പിടിക്കാൻ പറ്റില്ല അല്ലെ. നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല. അതാ ഉദ്ദേശിക്കുന്നത്. ചില സാഹചര്യങ്ങളിൽ പറയാം. അതെ, എമർജൻസി വരുന്ന സംഭവങ്ങളില് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കേസുകളുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ പറയാം. അതല്ലാതെ നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല ആ ഡോക്ടറോട് നിങ്ങളത് പറഞ്ഞേ തീരും എന്ന് നമുക്ക് നിർബന്ധിക്കാൻ പറ്റാത്തൊരു കമ്മ്യൂണിക്കേഷൻ ആണ് ഈ പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് പരസ്പരം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്താണ്, ഇതൊരു വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ അങ്ങനെയുള്ള ആശയവിനിമയം എന്താണ് അവിടെ ചെയ്യുന്നത് അല്ലെ. ആ ഒരു വിശ്വാസത്തെ തകർക്കുന്ന രീതി ആയതുകൊണ്ടാണ് അത് പ്രൊട്ടക്ട് ചെയ്ത് വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഡോക്ടറും പേഷ്യന്റും തമ്മിൽ പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് നടത്തിയിട്ടുണ്ടാവും. അതെല്ലാം ഡോക്ടർ എപ്പോഴും എന്ത് ചെയ്യണം?
പ്രൊട്ടക്ട് ചെയ്തതിൽ സംരക്ഷിച്ചു വെക്കണം. അല്ലാതെ യാതൊരു കാരണവുമില്ലാതെ ഒരിക്കലും ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. അതാണ് ശരിക്കും പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻ. എന്താന്ന് മനസ്സിലായോ? പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്താന്ന് ക്ലിയർ ആയോ? അത് മനസ്സിലായാലാണ് നമുക്ക് അടുത്തത് പറയുന്നത് ക്ലിയർ ആവുള്ളൂ. ഓക്കെ, ഇനി ഇവിടെ ചില സമയങ്ങളിൽ നമ്മൾ പറഞ്ഞു ഡോക്ടേഴ്സിന് ചിലപ്പോ അത് തുറന്ന് പറയേണ്ടതായിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻസ് വന്നേക്കാം അല്ലെ. അപ്പൊ ആ സിറ്റുവേഷൻസ് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഡോക്ടർ അങ്ങനെ എല്ലാവർക്കും ഇവർക്ക് പറയാൻ പറ്റും, എല്ലാവരോടും ഇത് തുറന്ന് പറയാൻ പറ്റും? ഇല്ല അല്ലെ. അതിന് ബന്ധപ്പെട്ട അധികാരികളോട് മാത്രമേ, ഇവർക്ക് ശരിയായ അധികാരികളോട് മാത്രമേ ഈ ഡോക്ടറിന് ഈ ഒരു ആശയവിനിമയം നടത്താൻ സാധിക്കുള്ളൂ. അപ്പോ അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് നമ്മുടെ പബ്ലിക്കിന്റെ, നമ്മുടെ പൊതുജനങ്ങളുടെ സംരക്ഷണത്തിന് ആവശ്യമായിട്ട്, കാരണം ഈ ഒരു ഡോക്ടർ എന്ന് പറയുന്നത് നിയമപരമായിട്ടും സാമൂഹ്യപരമായിട്ടും ധാർമ്മികപരമായിട്ടും ഒരു ചുമതല, നമ്മുടെ പബ്ലിക്കിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള ഒരു ചുമതല ആ ഡോക്ടർക്ക് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻസ് വരുമ്പോ ആ ഡോക്ടറിന് ബന്ധപ്പെട്ട ശരിയായ അധികാരികളോട് ഈ പറയുന്ന ആശയവിനിമയം എന്ത് ചെയ്യേണ്ടതായിട്ട് വരാം, തുറന്ന് പറയേണ്ടതായിട്ട് വരാം. അപ്പൊ അത് ഏതൊക്കെ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഏതൊക്കെ കണ്ടീഷനിലാണ് ആ ഡോക്ടറിന് അങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വരുന്നത്, അതും നമ്മളിവിടെ പഠിക്കുന്നു. ക്ലിയർ ആണോ? അത് ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടിയോ? ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയോ? ഓക്കെ, പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻ ഈസ് ദ കമ്മ്യൂണിക്കേഷൻ. ഇതൊരു ആശയവിനിമയമാണ് മെയ്ഡ് ബൈ എ ഡോക്ടർ ടു പ്രോപ്പർ അതോറിറ്റി. അതായത് ഇവിടെ പേഷ്യന്റും ഡോക്ടറും തമ്മിൽ പലതരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾക്കിടയിൽ പല ആശയവിനിമയം നടന്നിട്ടുണ്ടാകും. അപ്പൊ അത് അവർ ഓൾറെഡി എന്താണ് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ചില സിറ്റുവേഷനിൽ ഈ ഡോക്ടറിന് പ്രോപ്പർ ആയിട്ടുള്ള അതോറിറ്റി, ശരിയായ അധികാരികളോട് ഈ ഒരു ആശയവിനിമയം തുറന്നു പറയേണ്ടതായിട്ട് വരാറുണ്ട്. And who has got legal, social and moral duty to protect the public, and doctor is justified to disclose the professional secret. ആ ഡോക്ടറിന് നമ്മുടെ പബ്ലിക്കിനെ പ്രൊട്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ സംരക്ഷിക്കാനായിട്ട് ഒരു ബാധ്യതയുണ്ട് അല്ലെ. നിയമപരമായിട്ടും സാമൂഹ്യപരമായിട്ടും ധാർമ്മികപരമായിട്ടും ഒരു ബാധ്യത ആ ഡോക്ടറിന് ഉള്ളത് കൊണ്ട് ചില സമയങ്ങളിൽ ഈ ഡോക്ടറിന് അവരുടെ ആ പ്രൊഫഷണൽ പ്രിവിലേജ്ഡ് സീക്രട്ട് അല്ലെങ്കിൽ പ്രൊഫഷണൽ പരമായിട്ടുള്ള ഒരു സീക്രട്ട്, അവരുടെ രഹസ്യമാണ് അല്ലെ, സീക്രട്ട് അല്ലേ മറ്റു പേഷ്യന്റ് പറഞ്ഞിരിക്കുന്ന കാര്യം, ആ ഡോക്ടർ പുറത്ത് പറയാൻ പാടില്ല, ഇതൊരു രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ട കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ആ പ്രൊഫഷണൽ പരമായിട്ടുള്ള ഒരു സീക്രട്ട് അല്ലെങ്കിൽ രഹസ്യം ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, വെളിപ്പെടുത്താനായിട്ടുള്ളൊരു ന്യായം അവർക്ക് ചില സമയങ്ങളിൽ കിട്ടാറുണ്ട്. And the conditions in which the privileged secret can be communicated. ഇനി ഏതൊക്കെ കണ്ടീഷനിൽ അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഈ പറയുന്ന പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സീക്രട്ട് അല്ലെങ്കിൽ ഈ രഹസ്യം എപ്പോഴൊക്കെയാണ് ആശയവിനിമയം നമുക്ക് നടത്താൻ സാധിക്കുന്നത് ആ ഒരു ഡോക്ടറിന്? ഏതൊക്കെ സിറ്റുവേഷനിലാണെന്ന് നോക്കി. ആസ് എ വിറ്റ്നസ് ഇൻ ദ കോർട്ട് ഓൺ ഡയറക്ഷൻ. ഇപ്പൊ എന്തെങ്കിലും കേസിന്റെ ഭാഗമായിട്ട് കോടതിയിൽ നിന്ന് നിർദ്ദേശം കിട്ടാണ് സാക്ഷിയായിട്ട് വന്ന് സാക്ഷിമൊഴി നൽകണം എന്ന് പറയുകയാണ്. ഇപ്പൊ പല കേസുകൾ ഉണ്ടാവും അല്ലെ, MLC ആവാം, അല്ലാതെ മറ്റെന്തെങ്കിലുമൊക്കെ ക്രിമിനൽ കേസുകളാവാം, അതെന്തോ ആയിക്കോട്ടെ. അപ്പൊ കോടതിയിൽ നിന്നൊരു നിർദ്ദേശം കിട്ടാണ് ഒരു വിറ്റ്നസ് ആയിട്ട് അല്ലെങ്കിൽ സാക്ഷിയായിട്ട് വന്ന് നിന്ന് ഇത് പറയും. ചിലപ്പോ ആ ഒരു പേഷ്യന്റ് തന്നെ ചിലപ്പോൾ എന്തെങ്കിലും ഫയൽ ചെയ്തിരിക്കുന്ന കേസാവാം, അല്ലെങ്കിൽ ഇപ്പോൾ ഡോക്ടർ ഫയൽ ചെയ്തിരിക്കുന്ന കേസാവാം, അങ്ങനെ എന്തോ ആയിക്കോട്ടെ. അങ്ങനെയുള്ള കോടതിയിൽ നിന്നൊരു നിർദ്ദേശം കിട്ടാണ് വിറ്റ്നസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സാക്ഷിയായിട്ട് വരണം എന്ന് പറയുമ്പോൾ അവിടെ ഈ ഡോക്ടറിന് കള്ളം പറയാൻ പറ്റില്ല അല്ലെ, അവർ തുറന്ന് പറയേണ്ടതായിട്ട് വരും. കാരണം ആ ഒരു ലീഗൽ പ്രൊസീഡിങ്സ് ഫോളോ ചെയ്യണമെങ്കിൽ ഈ ഒരു ഡോക്ടറുടെ ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ ആയിരിക്കും അത് പിന്നീട് നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ആ സാഹചര്യത്തിൽ തുറന്നു പറയേണ്ടതായിട്ട് വരാറുണ്ട്. രണ്ടാമത്തത് മോറൽ ഓർ സോഷ്യൽ ഡ്യൂട്ടി ടു ദ പബ്ലിക്. അതായത് പബ്ലിക്കിനോട്, ഒരു പൊതുജനങ്ങളോട് ഒരു ധാർമ്മികവും അതുപോലെ സാമൂഹ്യമായിട്ടുള്ള ഒരു കടമയുടെ പുറത്ത്. ഇപ്പൊ ഒരു പേഷ്യന്റ് വന്നു, ആ പേഷ്യന്റ് പറയാണ് അവർക്ക് ഇങ്ങനെയുള്ള ഒരു കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഒരു ഡിസീസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഈ ഡോക്ടർ മറച്ചു വെക്കാൻ പാടുണ്ടോ? അപ്പൊ അങ്ങനെ ഒരു കോവിഡ് ആയിട്ട് ഒരു പേഷ്യന്റ് വന്നു എന്ന് വിചാരിക്കും. അപ്പൊ ഡോക്ടറുടെ മനസ്സിലായി ആ വ്യക്തിക്ക് കോവിഡ് ആണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഡോക്ടർ എന്ന് മറ്റാരോടും പറയാതിരിക്കാൻ പാടുണ്ടോ? ഇല്ല. കാരണം അത് സമൂഹത്തെ, കമ്മ്യൂണിറ്റിയെ ഒരുമിച്ച് ബാധിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. അവരുടെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ ഡോക്ടറുടെ കടമയല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ പറയുന്ന മോറൽ ആൻഡ് സോഷ്യൽ ഡ്യൂട്ടി ടു ദ പബ്ലിക്, പൊതുജനങ്ങളോട് ഈ പറയുന്ന ഡോക്ടറിന് ഒരു ധാർമ്മികവും സാമൂഹ്യപരമായിട്ടുള്ള ഒരു കടമയുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഡിസീസുകളോ കാര്യങ്ങളോ ഒക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ ഡോക്ടർ എന്ത് ചെയ്യണം?
പറയേണ്ടതായിട്ടുണ്ട് അല്ലെ. ആ ഒരു ആശയവിനിമയം നടത്താതെ നമുക്ക് ആ ഒരു രോഗത്തെ അല്ലെങ്കിൽ ആ ഒരു പബ്ലിക്കിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് പബ്ലിക്കിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇതുപോലെയുള്ള കാര്യങ്ങൾ ആ ഒരു ഡോക്ടർ റിവീൽ ചെയ്യേണ്ടതായിട്ട് വരും. അടുത്തത് while safeguarding his own interest, അതായത് അവരുടെ സ്വന്തം ഇഷ്ടം അല്ലെങ്കിൽ സ്വന്തം താല്പര്യം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി. ഇപ്പൊ പലതരത്തിലുള്ള ഇതുപോലെ തന്നെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഡോക്ടർ ചിലപ്പോ എന്തെങ്കിലും കേസുകൾ കൊടുത്തിട്ടുണ്ടാവാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അവരുടെ പൊതു താല്പര്യം ഇതാക്കണമെങ്കിൽ, മറ്റുള്ളവരുടെ സീക്രട്ട് പറയണമെങ്കിൽ അത് ആ ഡോക്ടറിന് അങ്ങനെ നിയമപരമായിട്ടുള്ള എന്തെങ്കിലും ചെയ്യുമ്പോൾ തുറന്നു പറയാവുന്നതാണ്. Then when a servant is sent by the master for medical examination, അതായത് ഇപ്പൊ ഒരു സെർവന്റ്, ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു സെർവന്റ് എന്ന് വിചാരിക്കാം. ആ സെർവന്റിനെ നമ്മൾ ഇവിടെ ഒരു മാസ്റ്റർ, അതായത് അവരുടെ യജമാനൻ ആരാണോ അവരൊരു മെഡിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ട് ആ ഹോസ്പിറ്റലിലേക്ക് വിടുന്നു വിചാരിക്കാം. അങ്ങനെ ആ ഹോസ്പിറ്റലിലേക്ക് വിടുമ്പോൾ നമ്മളിപ്പോ നമ്മുടെ സെർവന്റിനെ ഒരു മെഡിക്കൽ എക്സാമിനേഷന് വേണ്ടി ആ ഹോസ്പിറ്റലിലേക്ക് വിട്ടു കഴിഞ്ഞാലും അതിന്റെ ഫീസും കാര്യങ്ങളും, ആ ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ആ ഒരു മെഡിക്കൽ എക്സാമിന്റെ ഫീസ് കാര്യങ്ങൾ ആര് തന്നെയായിരിക്കും കൊടുക്കുക? ആ മാസ്റ്റർ തന്നെയായിരിക്കും കൊടുക്കുക അല്ലെ, ആ യജമാനൻ തന്നെയായിരിക്കും കൊടുക്കുക. എന്നാൽ പോലും ഈ ഒരു പേഷ്യന്റുമായി ബന്ധപ്പെട്ട ഈ ഒരു സെർവന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു കാരണവശാലും ഈ ഡോക്ടർ തുറന്നു പറയാൻ പാടില്ല. ഇനി എപ്പോഴാണ് പറയാൻ പറ്റുന്ന ഒരു സന്ദർഭം എന്ന് പറഞ്ഞാല് ഈ പറയുന്ന സെർവന്റ് ലീഗലായിട്ട് സമ്മതം കൊടുക്കുക. അവര് പറയാണ് സമ്മതം കൊടുക്കാണ്, എന്റെ കണ്ടീഷൻ എന്താണോ അത് എന്റെ മാസ്റ്ററോട് തുറന്നു പറയാം എന്നൊരു സമ്മതം ആ സെർവന്റ് കൊടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഡോക്ടറിന് അത് ആ മാസ്റ്ററോട് എന്ത് ചെയ്യാം? തുറന്നു പറയാം. ക്ലിയർ ആയോ? അത് എന്തുകൊണ്ട് ആ ഒരു പോയിന്റ് അങ്ങനെ വന്നിരിക്കുന്നത്? ക്ലിയർ ആയോ? അടുത്തത് പലതരത്തിലുള്ള ക്രിമിനൽ കേസുകളുമായി ബന്ധപ്പെട്ട് ഡോക്ടേഴ്സിനെ വിളിപ്പിക്കാറുണ്ട് അല്ലെ. ഓരോ ഡോക്ടേഴ്സിനെയും തെളിവുകൾ എവിഡൻസിന് വേണ്ടിയിട്ട് വിളിപ്പിക്കാറുണ്ട്. ആ സമയത്തും ഡോക്ടർ അറിയാവുന്ന കാര്യങ്ങൾ അവർ തുറന്നു പറയേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ, അതായത് ഇങ്ങനെയുള്ള പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള സീക്രട്ടുകൾ, രഹസ്യങ്ങള് ഇവര് തുറന്നു പറയേണ്ട സന്ദർഭങ്ങളാണ്. അല്ലാത്ത പക്ഷം ഒരു ഡോക്ടറും പേഷ്യന്റുമായിട്ടുള്ള ആശയവിനിമയങ്ങൾ അതിന്റെ ഒരു കോൺഫിഡൻഷ്യാലിറ്റി അല്ലെങ്കിൽ ആ ഒരു രഹസ്യ സ്വഭാവം കൃത്യമായിട്ട് ആ ഡോക്ടർ പാലിക്കേണ്ടതായിട്ടുണ്ട്. ചില കണ്ടീഷൻസിൽ അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസിൽ അവർക്ക് ഇത് തുറന്നു പറയാനായിട്ട് ആ ഡോക്ടറിന് ഒരു ന്യായം ഉണ്ടായിരിക്കും. അത് ശരിക്കും ആ ഒരു പബ്ലിക്കിന്റെ അല്ലെങ്കിൽ പൊതുജനങ്ങളുമായിട്ട് ഒരു ധാർമ്മികമോ സാമൂഹ്യപരമോ അല്ലെങ്കിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് വരുമ്പോഴാണ് കൂടുതലും ഇത് പ്രയോജനമാകുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ലീഗൽ ആസ്പെക്ട് ഓഫ് മെഡിക്കൽ കെയർ. ഓക്കെ, ക്ലിയർ ആണോ? അത് പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് അപ്പൊ ഇനി വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവണം കേട്ടോ. ഇനി ഒരിക്കലും മറന്നു പോകരുത് കേട്ടോ. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, പക്ഷെ ആ പേരിൽ നമുക്ക് ഫെമിലിയർ ആക്കാൻ മാത്രമേ ഉള്ളൂ അല്ലെ. പേരൊന്ന് ഫെമിലിയർ ആയാൽ മതി. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട് കേട്ടോ, എന്താണ് ഒരു പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ ഏതൊക്കെ കണ്ടീഷനുകളിൽ നമുക്ക് ഈ സീക്രട്ട് വെളിപ്പെടുത്താം അല്ലെങ്കിൽ ആശയവിനിമയം നടത്താം. ആ ഒരു 5 പോയിന്റ്സ് ഉണ്ട് അല്ലെ. ആ ഒരു 5 എണ്ണം ഒന്ന് വായിച്ചു വെച്ചേക്കണം കേട്ടോ. അതിൽ ഏതെങ്കിലുമൊക്കെ ഇൻക്ലൂഡഡ് ആയത് ഇൻക്ലൂഡഡ് അല്ലാത്തത് എന്ന രീതിയിൽ ചോദിക്കാവുന്ന ഒരു ഭാഗമാണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഓക്കെ ആണല്ലോ? എല്ലാ പോയിന്റ്സും ക്ലിയർ ആണോ അതില്? ഓക്കെ, അടുത്തതാണ് ലീഗൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഡോക്ടേഴ്സ്. ഡോക്ടേഴ്സിനും കുറച്ച് നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട് അല്ലെ. ഹോസ്പിറ്റലിൽ മാത്രമല്ല ഡോക്ടേഴ്സിനും ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഒരു കമ്മ്യൂണിറ്റി കെയർ ആസ്പെക്ട്സിൽ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്ക് പരിചരണം കൊടുക്കുന്ന ആ ഒരു ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ ഒരു ഡോക്ടറും ചെയ്യേണ്ടതായിട്ടുള്ള നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളാണ് ഈ താഴെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ജസ്റ്റ് ആ ഒരു പോയിന്റ് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒന്നാമതാണ് പ്രിപ്പറേഷൻ ഓഫ് MLC. MLC തയ്യാറാക്കുക അല്ലെ. എന്താണ് MLC? പഠിച്ച കാര്യം ഏതുകൊണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാതെ മെഡിക്കൽ ലീഗൽ കേസുകൾ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കേസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തയ്യാറാക്കുക. നോട്ടിഫിക്കേഷൻ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്, ജനനം മരണം മുതലായിട്ടുള്ള കാര്യങ്ങളുടെ അറിയിപ്പ്.
ഇല്ലേ ബന്ധപ്പെട്ട അധികാരികളോട് ബർത്ത് ആൻഡ് ഡെത്തുകളുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ അറിയിപ്പുകൾ കൊടുക്കുക. ഇതെല്ലാം ലീഗൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. ദെൻ നോട്ടിഫിക്കേഷൻ ഓഫ് ഇൻഫെക്ഷസ് ഡിസീസസ്, എന്താ പകർച്ചവ്യാധികളുടെ കാര്യങ്ങളും ഇതിൽ വന്നിട്ട് ഇൻഫെക്ഷൻ ആയിട്ടുള്ള ഡിസീസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുതിയൊരു കേസ് വന്നു. അങ്ങനെയുള്ള ഇൻഫെക്ഷസ് ഡിസീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ പകർച്ചവ്യാധികളുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ അറിയിപ്പുകൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് നൽകണം. ദെൻ നോട്ടിഫിക്കേഷൻ ഓഫ് അൺനാച്ചുറൽ ഡെത്ത്, എന്താണ് അസ്വാഭാവികമായിട്ടുള്ള മരണങ്ങളെ കുറിച്ചുള്ള അറിയിപ്പുകൾ കൊടുക്കുക. ദെൻ കണ്ടക്ടിങ് മെഡിക്കൽ എക്സാമിനേഷൻസ്, മെഡിക്കൽ വൈദ്യ പരിശോധനകൾ നടത്തുക. ദെൻ ഇഷ്യൂ ഓഫ് മെഡിക്കൽ ആൻഡ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്സ്, എന്താണ് ഇഷ്യൂ ഓഫ് മെഡിക്കൽ ആൻഡ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മുടെ ഡോക്ടേഴ്സിന് മേടിക്കാറില്ലേ, ചെയ്യാറില്ലേ? അപ്പൊ ഈ മെഡിക്കൽ ആൻഡ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകളുടെ വിതരണം ഇതെല്ലാം ലീഗൽ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്ന കാര്യമാണ് കേട്ടോ. കണ്ടക്ടിങ് പോസ്റ്റ്മോർട്ടം നടത്തുക. ദെൻ നോട്ടിഫിക്കേഷൻ ഓഫ് ഓൾ ആക്സിഡന്റൽ കേസസ്, എല്ലാ ആക്സിഡന്റൽ കേസുകളും കൃത്യമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് അറിയിപ്പ് നൽകുക. പ്രോപ്പർ കംപ്ലീഷൻ ഓഫ് കേസ് ഷീറ്റ്, എല്ലാ മെഡിക്കൽ റെക്കോർഡുകളും അല്ലെങ്കിൽ ഓരോ കേസ് ഷീറ്റുകളും ശരിയായ രീതിയിൽ പൂർത്തിയാക്കുക. ഏജ് ഡിറ്റർമിനേഷൻ ബൈ കോർട്ട് ഓർഡർ, എന്തെങ്കിലും കോർട്ട് ഓർഡർ പ്രകാരം ഒരു വ്യക്തിയുടെ ഏജ് കൃത്യമായിട്ട് നിർണയിച്ചു നൽകുക. ദെൻ ഫർണിഷിംഗ് മെഡിക്കൽ ഒപ്പീനിയൻ ഓൺ കോർട്ട് ഡയറക്ഷൻ, കോടതിയുടെ നിർദ്ദേശപ്രകാരം എന്തെങ്കിലും ഒരു കേസിനെ കുറിച്ചുള്ള അവരുടെ മെഡിക്കൽ ഒപ്പീനിയൻസ് വൈദ്യ പരിശോധനകൾ നടത്തി അല്ലെങ്കിൽ ആ റിപ്പോർട്ടുകളൊക്കെ പരിശോധന നടത്തി കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരു മെഡിക്കൽ അഭിപ്രായം എന്ത് ചെയ്യുക, ചിലപ്പോൾ നൽകേണ്ടതായിട്ട് വരാറുണ്ട്. അത് ആ ഒരു ഡയറക്ഷൻ അനുസരിച്ച് മതി. എങ്ങനെയാണോ ഒരു ഒപ്പീനിയൻ, എന്ത് രീതിയിലാണോ അല്ലെങ്കിൽ ഏത് മേഖലയെ കുറിച്ചാണോ അവർ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ പഠനങ്ങൾ നടത്തി അതിനൊരു അഭിപ്രായം നൽകുക. ഇതെല്ലാം ആരുടെ ലീഗൽ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്? ഒരു ഡോക്ടറുടെ ലീഗൽ റെസ്പോൺസിബിലിറ്റീസിൽ വരുന്ന കാര്യങ്ങളാണ്. MLC പ്രിപ്പയർ ചെയ്യുക, ദെൻ ബർത്ത് ആൻഡ് ഡെത്ത് കാര്യങ്ങൾ നോട്ടിഫിക്കേഷൻ കൊടുക്കുക, നോട്ടിഫിക്കേഷൻ ഓഫ് ഇൻഫെക്ഷൻസ് ഡിസീസുകളുടെ നോട്ടിഫിക്കേഷൻ, ദെൻ അൺനാച്ചുറൽ ഡെത്ത് അസ്വാഭാവിക മരണത്തിന്റെ അറിയിപ്പ് നൽകുക, മെഡിക്കൽ എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യുക, മെഡിക്കൽ ആൻഡ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുക, പോസ്റ്റ്മോർട്ടം നടത്തുക, ദെൻ ആക്സിഡന്റൽ കേസിൽ എല്ലാ ആക്സിഡന്റൽ കേസുകളും കൃത്യമായിട്ട് അറിയിപ്പ് നൽകുക. അതുപോലെ ഓരോ കേസ് ഷീറ്റുകളും അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡുകളും വളരെ ശരിയായ രീതിയിൽ പൂർത്തിയാക്കുക. ദെൻ കോർട്ട് ഓർഡർ പ്രകാരം ഓരോ വ്യക്തികളുടെയും ഏജ് കൃത്യമായിട്ട് നിർണയിക്കുക. അതുപോലെ കോടതിയുടെ നിർദ്ദേശപ്രകാരം എന്തെങ്കിലും ഒരു കേസുമായി ബന്ധപ്പെട്ട ഒരു മെഡിക്കൽ അഭിപ്രായം നൽകുക. ഇതെല്ലാം ഒരു ഡോക്ടറുടെ കമ്മ്യൂണിറ്റി കെയർ ആസ്പെക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ലീഗൽ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളാണ്. ക്ലിയർ ആണോ? ആ പോയിന്റ്സ് മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അതെന്താണെന്നൊന്നും പറയണ്ട. ജസ്റ്റ് അതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു പോയിരിക്കുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് അത് മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കാം. അടുത്തത് സ്റ്റേറ്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ, ലോസ് ഗവേണിംഗ് മെഡിക്കൽ ആക്ട്. ഇനി നമ്മൾ ഓരോ നിയമങ്ങളെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഈ താഴെ പറയുന്ന ഓരോ നിയമങ്ങളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കുറച്ചായിട്ട്, ഒരുപാടൊന്നുമില്ല, കുറച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതിൽ ഓരോ സ്റ്റേറ്റ് റെസ്പോൺസിബിലിറ്റി, നമ്മുടെ ഓരോ സ്റ്റേറ്റിനും അല്ലെ, നമ്മുടെ ഓരോ സംസ്ഥാനത്തിനും നമ്മുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടവർക്ക് ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട് അല്ലെ. അവരെന്ത് ചെയ്യുന്നു? ഹോസ്പിറ്റലിനും അവിടുത്തെ പ്രവർത്തനങ്ങൾക്കുമായിട്ട് ഒരുപാട് ലോസ് ആൻഡ് റെഗുലേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് നടപ്പിലാക്കുന്നുണ്ട്. അപ്പൊ അതിലൂടെയൊക്കെ അവിടുത്തെ ആ മെഡിക്കൽ പരമായിട്ടുള്ള പ്രാക്ടീസുകള് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുകയാണ് ഈ പറയുന്ന നിയമങ്ങളിലൂടെ ചെയ്യുന്നത്. ഇവിടെയും ഈ പറയുന്ന ലോസ് ഗവേണിംഗ് മെഡിക്കൽ ആക്ട്സ്, മെഡിക്കൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന കുറെ നിയമങ്ങളാണ് ഇനി നമ്മൾ ഓരോന്നും പഠിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമതാണ് കംപ്ലൈന്റ്സ് ഓഫ് MTP ആക്ട്. എന്താണ് MTP ആക്ട്? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് അല്ലെ. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അല്ലെങ്കിൽ ഗർഭചിത്ര നിയമം, ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ, മലയാളത്തില് കേട്ടിട്ടില്ലേ? അടുത്തത് അത് പാലിക്കുക. രണ്ടാമത്തതാണ് കംപ്ലൈന്റ്സ് ഓഫ് PNDT ആക്ട്, സെക്സ് ഡിറ്റർമിനേഷൻ, നമ്മുടെ ലിംഗനിർണയവുമായി ബന്ധപ്പെട്ട നിയമമാണ് PNDT ആക്ട്. ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതെ, പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നോളജി അത് തന്നെയാണ് കേട്ടോ. അതിപ്പോ നമ്മൾ ഡിപ്ലോമയിൽ പഠിച്ചതുപോലെ തന്നെ ചെറുതായിട്ട് കുറച്ചൊക്കെ പഠിക്കുന്നുള്ളൂ കേട്ടോ, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല. ദെൻ കംപ്ലൈന്റ്സ് ഓഫ് BNW ആക്ട് പഠിച്ചിട്ടുണ്ടോ?
പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്തുമായിട്ട് ബന്ധപ്പെട്ടത് BMW ആക്ട്, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട്. വെരി ഗുഡ്. ഞാൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ, ഉപഭോക്തൃ സംരക്ഷണ നിയമം പഠിച്ചിട്ടുണ്ടല്ലോ. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പഠിച്ചിട്ടില്ലേ? വിവരാവകാശ നിയമം പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ട്. ഇഷ്യൂ ഓഫ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് അത് പഠിച്ചു കാണാൻ സാധ്യതയില്ല അല്ലെ, പഠിച്ചിട്ടുണ്ടോ? ഇഷ്യൂ ഓഫ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഇല്ല. നമ്മുടെ വൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ ആളുകൾക്കും നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കും അല്ലെ, അവരുടെ ഒരു കണ്ടീഷൻ അനുസരിച്ച് ഇത്ര പെർസെന്റേജ് ഡിസബിലിറ്റി ഉണ്ട്, ഇത്ര പെർസെന്റേജ് ഉണ്ട്, നമുക്ക് കൊടുക്കൂലേ? സർട്ടിഫിക്കറ്റ്സ് വിതരണം ചെയ്യും അല്ലെ. ആ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നത് അവർക്ക് പെർമനന്റ് ആയിട്ടാണോ? അല്ല, ടെമ്പററി ആയിട്ട് ആദ്യം കൊടുക്കാം. അതിനുശേഷം ഒരു 5 വർഷത്തേക്കൊക്കെ ഒരു കാലാവധി വെച്ചിട്ട് 5 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പറയുന്ന പരിശോധനകൾ ഒന്നും കൂടി ചെയ്ത് അവർക്ക് അത് തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ പിന്നീട് അത് പെർമനന്റ് ആക്കി കൊടുക്കുകയാണ് ചെയ്യാം. അപ്പൊ ഈ പറയുന്ന ഓരോ ഇപ്പോ പല ജോലി സാധ്യതകൾക്കും വേണ്ടിയിട്ട് ഒത്തിരി പേര് ഇങ്ങനെയുള്ള ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് പല ആനുകൂല്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന വൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്നത്. ദെൻ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ആക്ട് അത് പഠിച്ചിട്ടുണ്ടോ? ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ആക്ട് ഇല്ല, അവയവ മാറ്റ നിയമമാണ്. ദെൻ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആക്ട്, കൃത്രിമ ബീജസങ്കലന നിയമം പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ദെൻ കസ്റ്റഡി ഓഫ് മെന്റലി ഇൽ പേഷ്യൻസ്, മാനസിക രോഗികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമം അതും പഠിച്ചു കാണാനിടയില്ല അല്ലെ. അടുത്തത് നമ്മൾ ഓൾറെഡി പറഞ്ഞത് തന്നെയാണ്, റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ് കേട്ടോ. PNDT ആക്ട് നമ്മൾ ഓൾറെഡി രണ്ടാമത്തെയും പറഞ്ഞതാണ്. സെക്സ് ഡിറ്റർമിനേഷൻ, ലിംഗനിർണ്ണയവുമായി ബന്ധപ്പെട്ട നിയമമാണുള്ളത്. ദെൻ ഫുഡ് അഡൾട്ടറേഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഭക്ഷ്യമായം ചേർക്കൽ നിയമം അല്ലെ, ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിയമമാണ് അല്ലെ, ഭക്ഷ്യമായം ചേർക്കൽ നിയമം. അപ്പൊ ഇത്രയും നിയമങ്ങളാണ് നമുക്ക് ഓരോന്നും നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ അതിൽ ഒന്നാമത്തത് ജസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ഫസ്റ്റ് വൺ ഒന്ന് പറഞ്ഞു വെക്കാം. ഇത് അറിയാവുന്നതായിരിക്കും, നിങ്ങൾ പഠിച്ചത് തന്നെയല്ലേ. MTP ആക്ട് പഠിച്ചിട്ടില്ലേ? പഠിച്ചതാണ്. അപ്പൊ ഒന്ന് പറഞ്ഞ് എന്താണ് ഒരു MTP ആക്ട്? ഇപ്പൊ നിങ്ങളോട് പറയാം അല്ലെ, എപ്പോഴും ഞാൻ മിസ്സല്ലേ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. എന്ന് പറഞ്ഞ എന്താ MTP ആക്ട് എന്ന് പറഞ്ഞാല് എന്താ പഠിച്ചിരിക്കുന്നതെന്നൊന്ന് പറഞ്ഞാൽ മതി. എന്തൊക്കെ ഓർമ്മയുണ്ട്? എന്താണ് ആരും ഇണ്ടാത്തെ? പഠിച്ചു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞോയോ? പ്രഗ്നൻസി അബോർഷൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു ലീഗൽ നിയമമാണ്. ശരി, ഓക്കെ. എങ്ങനെയാണ് അതെങ്ങനെയാണ് ലീഗലി ആവുന്നത്? അതിന് കുറെ കണ്ടീഷൻസ് ഒക്കെ ഇല്ലേ? ഇല്ലേ? കണ്ടീഷൻസ് ഉണ്ട്. എന്തൊക്കെ കണ്ടീഷനിലാണ് അത് ലീഗൽ ആവുന്നത്? നമുക്ക് കുഞ്ഞിനോ എന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ടെങ്കിൽ അല്ലെ, നമുക്ക് ഇപ്പൊ കുഞ്ഞിന് വരുന്ന എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ അമ്മയ്ക്ക് അവരുടെ ലൈഫ് എന്താണ് സേവ് ചെയ്യണമെങ്കിലോ അല്ലെ, ഇമ്മീഡിയറ്റ് ആയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോ അവരുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു അബോർഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഗർഭചിത്രം നടത്തിയാലേ സാധിക്കുള്ളൂ എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ കുഞ്ഞിന്റെ ഈ പറഞ്ഞുള്ള അബ്നോർമാലിറ്റീസ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടുണ്ട് നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ അത് ചെയ്യാം. അത് എത്ര പീരീഡിനുള്ളിലാണ് ചെയ്യാൻ പറ്റുന്നത്? 20 ആഴ്ചയ്ക്കുള്ളിലാണ് ചെയ്യാൻ പറ്റുന്നത് അല്ലെ. 20 ആഴ്ച വരെയും നമുക്ക് ഈ പറയുന്ന പ്രഗ്നൻസി എന്ത് ചെയ്യാം? ടെർമിനേറ്റ് ചെയ്യാം അല്ലെങ്കിൽ അവസാനിപ്പിക്കാം അല്ലെ. അത് ഈ MTP ആക്ടില് പറയുന്നുണ്ട്. അത് തന്നെ ഇവിടെയും പറയുന്നത്, വേറെ എക്സ്ട്രാ ഒന്നും പറയുന്നില്ല. പിന്നെ നമ്മൾ എന്താ പറഞ്ഞല്ലോ, ഈ പറയുന്ന ഒരു പീരിയഡ് ആയിട്ട് ഒരു എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ആ ഒരു അമ്മയ്ക്ക് വന്നു കഴിഞ്ഞാല് നമുക്ക് ഉടനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു MTP ആക്ട് ആ സമയത്ത് ബാധകമല്ല. ആ അമ്മയുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ ഇത് മാത്രമേ ഒരു മാർഗമുള്ളൂ എങ്കിൽ നമുക്ക് ഈ ഒരു ആക്ടിന്റെ ആ ഒരു പരിധിയിലല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു ടെർമിനേഷൻ നടത്താൻ പറ്റും, പ്രഗ്നൻസി ടെർമിനേഷൻ നടത്താൻ പറ്റും. പിന്നെ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താ പറയുന്നത്, ഈ ഒരു മെഡിക്കൽ ടെർമിനേഷൻ അല്ലെങ്കിൽ നമ്മുടെ അബോർഷൻ പോലെയുള്ളത് എല്ലാ ഇടങ്ങളിലും ചെയ്യാൻ പറ്റും. അത് ഈ ഒരു നിയമം പറയുന്നുണ്ടോ? ഇല്ല. പ്രത്യേകമായിട്ടുള്ള സ്പെസിഫിക് ഗൈഡ് ലൈൻസും പ്രൊസീജിയേഴ്സും ഒക്കെ ഈ ഒരു പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട നിയമപരമായിട്ട് ഈ ഒരു നിയമത്തിൽ പറയുന്നുണ്ട് അല്ലേ. അപ്പൊ അതൊന്നും ഇതിൽ പറയുന്നില്ല, ജസ്റ്റ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ് കേട്ടോ. കുറച്ചൊക്കെ അറിഞ്ഞിരിക്കണ്ടേ അല്ലെ. എന്താണ് കുറച്ചധികം കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ എന്താ, ആരാണോ ആ ഒരു അബോർഷൻ നടത്താൻ പോകുന്നത് അല്ലെങ്കിൽ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യാൻ അവരുടെ കൺസേൺ വേണം, വേണ്ടേ? അവരുടെ സമ്മതം വേണ്ടേ? 18 വയസ്സിന് മുകളിലാണെങ്കിൽ അവരുടെ സമ്മതം വേണം അല്ലെ. 18 വയസ്സിന് താഴെ അല്ലെങ്കിൽ അവർ മൈനർ ആണെങ്കിൽ ആരുടെയാണ് കൺസേൺ വേണ്ടത്?
അവരുടെ പാരന്റ്സിനെയും അവരുടെ ഗാർഡിയൻ ആരാണോ അവരുടെ കൺസേൺ വേണം. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഏതെങ്കിലും ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഫെസിലിറ്റികളുള്ള സ്ഥാപനത്തിൽ മാത്രമേ ഈ കാര്യം ചെയ്യാൻ പാടുള്ളൂ, അല്ലെ? അല്ലാതെ വേറെ ഇഷ്ടമുള്ളിടത്തൊന്നും പോയി ചെയ്യാൻ പാടില്ല. അങ്ങനെയല്ല, ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിലായിരിക്കണം ചെയ്യേണ്ടത്, ഫെസിലിറ്റികളുള്ള സ്ഥാപനങ്ങളിൽ. എന്താണ്, ഹൈജീനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഉറപ്പുവരുത്തുന്ന സ്ഥാപനങ്ങളിൽ കൂടി ആയിരിക്കണം ചെയ്യേണ്ടതെന്ന് ഈ നിയമത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മൂന്നാമത് പിന്നെ എന്താ പറയുന്നത്, ആ ഒരു സമയപരിധിയാണ്, അല്ലെ? ജസ്റ്റേഷണൽ ഏജ് എത്ര സമയം, 12 വീക്ക് മുതൽ 20 വീക്ക് വരെയാണ് സമയം പറയുന്നത്. അപ്പൊ അതിനുള്ളിൽ നമുക്ക് ഈ പറയുന്ന അബോർഷൻസ് നടത്താം. ഇനി പിന്നെ എന്താ പറയുന്നത്, അപ്പൊ അങ്ങനെ നടത്തുക പറയുമ്പോ വെറുതെ പോയി നടത്താൻ പറ്റുമോ? ഇല്ല. ഒരു മെഡിക്കൽ ആയിട്ടുള്ള ഒരു മെഡിക്കൽ പ്രാക്ടീഷണറുടെ കൃത്യമായിട്ടുള്ള മെഡിക്കൽ ഒപ്പീനിയൻ പ്രകാരമായിരിക്കണം ചെയ്യേണ്ടത്, അല്ലെ? കൃത്യമായ ഒപ്പീനിയൻ പ്രകാരമായിരിക്കണം ചെയ്യേണ്ടത്. ഇതെല്ലാം ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണറുമായിരിക്കണം ഇത് ചെയ്തു കൊടുക്കേണ്ടത്, അല്ലെ? അല്ലാതെ തോന്നിയ പോലെയുള്ള രജിസ്ട്രേഷൻ ചെയ്യാത്ത ആളുകളൊന്നും ചെയ്യാൻ പാടില്ല. രജിസ്റ്റേർഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആയിരിക്കണം ഇത് നടത്തേണ്ടത്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ഈ ഒരു നിയമത്തിൽ പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ച് പറയുന്നത്. ഇനി ഈ ഒരു നിയമപ്രകാരം എല്ലാവർക്കും അബോർഷൻ ചെയ്യാൻ പറ്റും? എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പൊ ഒരു കേസ് നമ്മൾ പറഞ്ഞിരുന്നു, ഇപ്പൊ അമ്മയ്ക്കോ കുഞ്ഞിനോ രണ്ടു കൂട്ടർക്കും എന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് അവരുടെ ലൈഫ് സേവ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒന്നേ നിലനിൽക്കുള്ളൂ എന്നൊരു കണ്ടീഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ ഒരു അബോർഷൻ തന്നെ, ഇപ്പൊ അമ്മയുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ ആ ഒരു ഓപ്ഷനേ ഉള്ളൂവെങ്കിൽ പിന്നെ നമുക്ക് വേറൊരു ഓപ്ഷൻ അവിടെ ഇല്ല. അപ്പൊ നമ്മൾ അബോർഷൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ്, അവര് ഫാമിലി ആയിട്ട് ജീവിക്കുമ്പോൾ അവർ ചിലപ്പോ അവര് കോൺട്രാസെപ്റ്റീവ് ആയിട്ടുള്ള മെത്തേഡുകൾ ചിലപ്പോ ഫലപ്രദമാവാതെ വന്നു, അല്ലെ? ചിലപ്പോൾ പലതരത്തിലുള്ള എന്താണ് മെത്തേഡുകൾ അവർ ഉപയോഗിച്ചിട്ടുണ്ടാവും പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യാൻ, തടയാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് പ്രാവർത്തികമാകാതെ വന്ന് പ്രഗ്നന്റ് ആവുന്നവരാണെങ്കിൽ അവർക്ക് താല്പര്യമില്ല, രണ്ടു കൂട്ടരുടെയും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിലാണ് കേട്ടോ. ഭാര്യയ്ക്കും ഭർത്താവിനും താല്പര്യമില്ല എന്നാണെങ്കിൽ അവർക്ക് ബന്ധപ്പെട്ട മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിനെ കണ്ട് അവരുടെ അഭിപ്രായം ആരാഞ്ഞ് ഈ പറയുന്ന അബോർഷൻ നടത്തും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പൊ റേപ്പ് അറ്റംപ്റ്റ് ഒക്കെ നടത്തിയിട്ടുള്ളവര്, അപ്പൊ അങ്ങനെയുള്ള കേസുകളാവുമ്പോൾ അതുവഴി വരുന്ന ഒരു പ്രഗ്നൻസി ആണെന്നുണ്ടെങ്കിൽ അവിടെയും ആ ഒരു ബന്ധപ്പെട്ട ആ ഒരു ലേഡിയുടെ അല്ലെങ്കിൽ അത് 18 വയസ്സിൽ താഴെയാണെങ്കിൽ അവരുടെ ഗാർഡിയൻസിന്റെ അവരുടെ അനുവാദത്തോടു കൂടി നമുക്കിവിടെ എന്ത് ചെയ്യാം, അബോർഷൻ നടത്താവുന്നതാണ്. അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസിലുള്ളവർക്ക് മാത്രമേ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ തോന്നിയ പോലെ നമുക്ക് ചെന്ന് അബോർഷൻ ചെയ്യാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സിനെ കാണാനോ ചെയ്യാനോ പാടില്ല. അതുപോലെ തന്നെ കൃത്യമായി അംഗീകൃതമായിട്ടുള്ള ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ തന്നെയായിരിക്കണം ചെയ്യേണ്ടത് എന്നും ഈ ഒരു നിയമത്തിൽ പറയുന്നത്. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളായതുകൊണ്ട് വലിയ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണല്ലോ. അതിവിടെയും അത് തന്നെ ചെറിയ കുറച്ച് പറയുന്നുള്ളൂ. നോക്കിയേ, the MTP Act allows for termination of pregnancy up to 20 weeks of pregnancy, അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് ഗർഭാവസ്ഥ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അല്ലെങ്കിൽ പ്രഗ്നൻസി അവസാനിപ്പിക്കണമെങ്കിൽ അത് എത്ര വരെ, 20 ആഴ്ച വരെയുള്ള ഗർഭം നമുക്കിവിടെ MTP ആക്ടിന്റെ പരിധിയിലൂടെ നമുക്കിവിടെ അനുവദിക്കുന്നുണ്ട്, അവസാനിപ്പിക്കാൻ ടെർമിനേറ്റ് ചെയ്യാനായിട്ട് അനുവദിക്കുന്നുണ്ട്. In case the termination of pregnancy is immediately necessary to save the life of the woman, ആ ഒരു അമ്മയുടെ അല്ലെങ്കിൽ ആ ഒരു സ്ത്രീയുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ ഈ ഒരു കാര്യം വളരെ അനിവാര്യമാണെങ്കിൽ ഈ ഒരു ലിമിറ്റ് ഡസ് നോട്ട് അപ്ലൈ. അതായത് ഈ സെക്ഷൻ 5 MTP ആക്ടിൽ പറയുന്നത് ഇങ്ങനെ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ ഇത് വളരെ അനിവാര്യമാണെങ്കിൽ അത് ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്നില്ല. കാരണം അത് അവിടെ ചെയ്യാം, കാരണം വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക്, അത് ചെയ്യാം. അപ്പൊ ഈ ഒരു നിയമത്തിന്റെ പരിധിയിൽ അത് വരുന്നില്ല. Then the Medical Termination of Pregnancy Act, അതിന്റെ വർഷം നോക്കി വെക്കണം. എല്ലാ ആക്ടിന്റെയും വർഷം, അതിന്റെ എക്സ്പാൻഡഡ് ഫോം NTP ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് ആണ്. അതിന്റെ വർഷം 1971 ആണ്. ഈ പറയുന്ന കാര്യങ്ങൾ നോക്കാം. അതുപോലെ തന്നെ മിസ് പറയുന്ന കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്താൽ മതി. അപ്പൊ ആ ഒരു MTP ആക്ടിന്റെ എക്സ്പാൻഡഡ് ഫോം പറഞ്ഞു നോക്കുക, അതിന്റെ ഇയർ നോക്കുക. അതുപോലെ എന്താണ് ഈ ആക്ട് പറയുന്നത്? ഇപ്പൊ ആദ്യത്തെ ആ ഒരു സെന്റൻസ് തന്നെ അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. MTP ഇങ്ങനെ ചോദിക്കാം, ഡാഷ് ആക്ട് allows for the termination of pregnancy up to 20 weeks of pregnancy. 20 ആഴ്ച, അല്ലെ? 20 ആഴ്ച അല്ലെങ്കിൽ 20 ആഴ്ച വരെയുള്ള ഗർഭം നമുക്ക് ഇതിലൂടെ അവസാനിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഏത് ആക്ട് പ്രകാരമാണ്? MTP ആക്ട് പ്രകാരമാണ് എന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പൊ അവരെ 3 കാര്യങ്ങളായില്ലേ?
Then അടുത്തതായിട്ട് പറയുന്നത് മെഡിക്കൽ ടെർമിനേഷൻ. അപ്പൊ അവിടെ ഓൾറെഡി ഡേറ്റ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. 1971 ആക്ട് നമ്പർ 34 ഇത് പ്രതിപാദിക്കുന്നത്. 10th August അതൊന്നും നോക്കണ്ട, ആ ഒരു ഡേറ്റ് ഒന്നും നോക്കണ്ട. 1971 എന്ന വർഷം മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഓരോന്നിനെയും വർഷമാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുന്നത്. 1971 ഇത് പ്രാബല്യത്തിൽ വരുന്നത്. അതുപോലെ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അമെൻമെന്റ് ആക്ട് നമുക്ക് ഭേദഗതികൾ നടത്തും അല്ലെ. ഏതൊരു ആക്ട് വന്നാലും ഭേദഗതികൾ നടത്താറുണ്ട് അല്ലെ. അത് 2002 ആദ്യമായിട്ട് വന്നിരിക്കുന്നത്. അതിനുശേഷം ഈ ഒരു ആക്ടിന്റെ ബേസിസിൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി റെഗുലേഷൻസ് 2003 നിലവിൽ വന്നു. മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, അതായത് അവരുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാമിലി പ്ലാനിംഗ്, കുടുംബാസൂത്രണവുമായി ബന്ധപ്പെട്ട ന്യൂഡൽഹിയിലെ കുടുംബാസൂത്രണ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു നിയമമാണ്. ഈ ഒരു നിയമത്തിന്റെ കീഴിലാണ് ഈ ഒരു നിയന്ത്രണം വന്നിരിക്കുന്നത്. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി റെഗുലേഷൻ നമുക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ. 13th June, April 2003 വന്നത്. They extend to all the union territories. അതായത് ഈ ഒരു നിയമം നമ്മുടെ ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലെയും വ്യാപിച്ചു കിടക്കുന്ന നിയമമാണ്. ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രമല്ല, ഇന്ത്യ ഉടനീളം വ്യാപിച്ചു കിടക്കുന്ന ഒരു നിയമമാണ് MTP ആക്ട് പാലിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? MTP ആക്ട് നിങ്ങൾ ഓൾറെഡി പഠിച്ചിരിക്കുന്നത് കൊണ്ടാണ് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഇത് മാത്രം മനസ്സിലാക്കി വെക്കാം കേട്ടോ. താങ്ക് യു.